ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, മറ്റൊരു അൾട്രാ ഫോൺ എൻ്റെ കയ്യിൽ വന്നിരിക്കുകയാണ്. ദ വെരി ഫസ്റ്റ് ഓപ്പോ ഫൈൻഡ് X9 Ultra. Good morning ladies and gentlemen, welcome to your favorite ഞാൻ ഏറ്റവും കൂടുതൽ നോക്കി കാണുന്ന ഒരു അൾട്രാ സീരീസ് ഫോൺ ഇതായിരിക്കും. ബിക്കോസ് ഇറ്റ് ഹാസ് അൾട്രാ സ്പെക്സ്, ദാറ്റ്സ് വൈ. എസ്പെഷ്യലി ക്യാമറ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ X300 Ultra ഇറങ്ങാൻ പോകുന്നുണ്ട്. ഓൾറെഡി 17 Ultra ഇറങ്ങി. S26 Ultra അൾട്ര മാറ്റി വേറെ വല്ലതുമൊക്കെ ആക്കണമെന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. ബിക്കോസ് അൾട്രാ ഫീച്ചറായിട്ടൊരു മറ്റേ ഡിസ്പ്ലേ മറ്റേ ആ സൈഡിൽ ഇരിക്കുന്നവന് കാണാൻ പറ്റുന്നില്ല എന്ന് പറയുന്നൊരു സെറ്റപ്പ് മാത്രമേ ഉള്ളൂ. അല്ല അതൊരു ക്യാമറയിലോ അല്ലെങ്കിൽ ബാറ്ററി ലൈഫിലോ ഒന്നും ഭയങ്കര വലിയ ഈ അൾട്രാ ആയിട്ട് എനിക്കത് തോന്നിയില്ല. അപ്പോൾ ആ ഒരു സാധനത്തിനെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഷവമിയുടെ അൾട്രാ സീരീസ് ആയിക്കോട്ടെ, വിവോലതായിക്കോട്ടെ, എല്ലാം ഫോട്ടോഗ്രാഫീനെ ഭയാനകമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഫോണുകളാണ്. അതിൽ തന്നെ ഈ സാധനം ഇതിൻ്റെ ക്യാമറ സ്പെക്ക് 2 50 മെഗാ പിക്സലിൻ്റെ സെൻസറും 2 200 മെഗാ പിക്സലിൻ്റെ സെൻസറുമാണ് ഈ ഫോണിൻ്റെ അകത്ത് വരുന്നത്. അതിൽ തന്നെ ആ 10x 50 മെഗാ പിക്സലിൻ്റെ സെൻസർ അവരതിൽ യൂസ് ചെയ്തിരിക്കുന്ന പെരിസ്കോപ്പ് ടെക്നോളജി, മാൻ ഐ ആം സോ ബാഡ്ലി വോണ്ട് ടു യൂസ് ദിസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ നോക്കിക്കണ്ടുകൊണ്ടിരുന്ന, ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന അൾട്രാ ഫോൺ ഇതായിരിക്കും. പിന്നെ ഈ പറയുന്ന പേര് സജസ്റ്റ് ചെയ്യുന്ന പോലെ ദിസ് ഈസ് എ പ്യുവർ ഫോട്ടോഗ്രാഫി ഓറിയൻറ്റഡ് സെൽഫോൺ, അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫീനെ ഫോക്കസ് ചെയ്ത് മാത്രം ഇറങ്ങുന്ന ഒരു ഫോണാണിത്. ആൻഡ് ഇറ്റ് ഈസ് ഫോർച്ചുനേറ്റ്ലി ഒരു ഫോണുമാണ്. അതായത് നിങ്ങൾക്ക് ഒരു ഫോണിൽ ചെയ്യാനുള്ളതെല്ലാം ചെയ്യാം, ബട്ട് മോർ ദാൻ എ ഫോൺ ദിസ് ഈസ് എ ക്യാമറ എന്നാണ് എനിക്കിവിടെ ആദ്യമേ പറയാനുള്ളത്. എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിത് പൊട്ടിക്കുന്നു ഗൈസ്. ലെറ്റ്സ് അൺബോക്സ് ചെയ്ത് കാണിച്ചതിന് ശേഷം ഞാൻ നിങ്ങൾക്കിത് ഒരു പക്ക റിവ്യൂ ഞാൻ ചെയ്തുതരാം. ഇവിടെ നിന്ന് ദുബായി പോകുന്നതിന് മുന്നേ ആയിട്ട് തന്നെ സനിയെ കൊണ്ട് എങ്ങനെയെങ്കിലും കുറച്ച് ഫോട്ടോ എടുപ്പിക്കണം. ബിക്കോസ് സനി ഈസ് ദ റൈറ്റ് പേഴ്സൺ ടു എന്താ പറയുക യൂട്ടിലൈസ് ഇതിൻ്റെ ഒരു സ്പെക്ക്. ഒരു ഫോട്ടോഗ്രാഫറിൻ്റെ കണ്ണിൽ കൂടെ അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമുക്കിത് എന്താണെന്ന് മനസ്സിലാക്കാം. സോ എത്രയും പെട്ടെന്ന് സനിയെ കൊണ്ട് സാധനം ഫോട്ടോ എടുപ്പിക്കണം. എന്താണെങ്കിലും ഇവിടെ ഒരു സീലുണ്ട്. ഈ സീൽ ആദ്യം പൊട്ടിക്കുമ്പോൾ തന്നെ ഇത് നമ്മളേതായി. ആൻഡ് ഇവിടെ ഒരു സീലുണ്ട്. നല്ല പെട്ടി കേട്ടോ, നല്ല രസമുള്ള ഒരു പെട്ടി. ഞാൻ വിചാരിച്ചു ഫോൾഡിൻ്റെയൊക്കെ പെട്ടി ഇതുപോലെയാണ് ഇരിക്കണം. ഓപ്പോ ഫൈൻഡ് എൻ ഫോൾഡില്ലേ, അതിൻ്റെയൊക്കെ പെട്ടി ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഓപ്പോയും ഹാസൽ ബ്ലാഡും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ OnePlus നിന്ന് മാറി ഹാസൽ ബ്ലാഡ് ഇപ്പോൾ ഓപ്പോയിലാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ നമുക്ക് മേക്ക് ഇൻ ഇന്ത്യ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, 10+ years വിത്ത് യു എന്നൊക്കെ. ആൻഡ് ഓപ്പോസ് പണ്ട് തൊട്ടേ ഉള്ള ഒരു കമ്പനിയാണ്. ഓപ്പോ ഫൈൻഡ് X9 Ultra, ക്രിയേറ്റ് വിത്ത് ഫൈൻഡ്. നമ്മുടെ ഫോൺ നമ്മുടെ കയ്യിലിരിക്കുകയാണ്. ഊഫ് മാൻ, ദിസ് ഈസ് സോളിഡ് ഫോൺ മാൻ. ആൻഡ് വാട്ട് എൽസ് ഡു വി ഹാവ്? യെസ്, ഒരു എല്ലാ ചൈനീസ് ഫോണുകളും തരുന്നത് പോലെ നമുക്കൊരു കേസും ചാർജറും കേബിളും സിം എജക്റ്റിംഗ് ടൂളും. ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് പോലെ ഇത്രയും സാധനങ്ങൾ നിങ്ങൾക്ക് പെട്ടിയിലകത്ത് വരുന്നുണ്ട്. ഇതൊരു 100 വാട്ടിൻ്റെ ചാർജറായിരിക്കും. അതെ, 100 വാട്ടിൻ്റെ 100 വാട്ടിൻ്റെ ഒരു ചാർജർ തരുന്നുണ്ട്. ടൈപ്പ് എ ടു ടൈപ്പ് സിയുടെ കേബിളാണ്. ടൈപ്പ് എ ടു ടൈപ്പ് സിയുടെ കേബിൾ, സിം എജക്റ്റിംഗ് ടൂള്, പിന്നെ നമുക്കൊരു ബുക്കും പേപ്പറും കേസ് നോക്കട്ടെ. കളർ സെയിം കളറായിരിക്കും. യെസ്, മറ്റേ വളവളാന്നിരിക്കുന്ന കേസ് ഉണ്ടല്ലോ, സിലിക്കൺ കേസ്. വേണ്ട, ഇതേപോലത്തെ സിലിക്കൺ കേസാണ് വരുന്നത് ഫ്രീ ആയിട്ട്. അത്യാവശ്യം എന്തെങ്കിലും തരണുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. മേക്ക് ദ മൂമെൻറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം അതൊക്കെ അൺബോക്സ് ചെയ്യാം നമുക്കിതിനെ. ഓ യാ മാൻ, ഓ യെസ്, നൗ ദാറ്റ്സ് ദ ഫോൺ. ഫൈൻഡ് X9 Ultra ഓപ്പോൻ്റെ. സോ ഗുഡ് ബ്രോ. ഓ മാൻ, ഐ ലവ് ദിസ് ഓറഞ്ച് ആക്സെൻറ്റ്. ഇത് ഈ ഹാസൽ ബ്ലാഡ് എന്ന് പറയുന്ന ക്യാമറ കമ്പനിയുടെ. ഓ മാൻ, ജസ്റ്റ് ലുക്ക് അറ്റ് ദാറ്റ് ക്യാമറ അറേ. എൻ്റെ അമ്മോ, തോന്നുന്നു ക്യാമറ അറേടാ അത്. ജസ്റ്റ് ലുക്ക് അറ്റ് ദാറ്റ് തിക്നെസ്. ഓ, ദിസ് ഈസ് ഫുൾ ഓഫ് ടെക് കേട്ടോ. ഇതിൻ്റെ അകത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഹാർഡ്വെയറിൻ്റെ ഒരു കളിയാണ്.
ഓ ഐ ലവ് ദിസ് ഫീലിംഗ് മാൻ. ദിസ് ഈസ് ലൈക്ക് ഞാൻ പറഞ്ഞ പോലെ ഹാസൽബ്ലാഡിൻ്റെ X9D എന്നോ അങ്ങനെ എന്തോ പറഞ്ഞൊരു ക്യാമറ ഉണ്ട് അവർ. ആ ക്യാമറയുടെ ഡിസൈനിൽ നിന്നും ഇൻസ്പയർ ചെയ്തിട്ടാണ് ഈ ഒരു വെർഷൻ വരുന്നത്. ഇതിൻ്റെ തന്നെ ഒരു പക്ക ഓറഞ്ച് കളർ ഒരു Find X9 Ultra ഉണ്ട്. അത് ഈ നാട്ടിൽ റിലീസ് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ബട്ട് ഇതിൽ നമുക്ക് ദാണ്ട് ഇവിടെ മറ്റേ ഇത് ബട്ടണല്ല, ഒരു കപ്പാസിറ്റീവ് ടച്ച് വരുന്ന ഒരു സാധനമാണ്. അത് നമ്മുടെ പഴയ ഐഫോണിൻ്റെയൊക്കെ ഫോഴ്സ് ടച്ച് എന്ന് പറയുന്ന പരിപാടിയാണ് അവർ ഈ ഒരു ക്യാമറ ഷട്ടർ ബട്ടണിൽ വെച്ചിരിക്കുന്നത്. അതായത് ഇതൊരു ബട്ടൺ, അതായത് നിൽക്കുന്ന ഒരു ബട്ടണല്ല, അതൊരു നമ്മുടെ പ്രഷർ സെൻസിറ്റീവ് അനുസരിച്ച് ഇത് ചെയ്യുന്നൊരു സാധനമാണ്. ഇവിടെ നമുക്കൊരു ഓറഞ്ച് റിങ് വരുന്നുണ്ട് ക്യാമറയുടെ സറൗണ്ടിങ്ങിൽ. നല്ലൊരു ഫ്ലാഷ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഐ ലവ് ദ ഹോൾ ഓറഞ്ച് ആൻഡ് ഈ ഒരു തീം. ഇതിൻ്റെ മറ്റേ ഫോട്ടോഗ്രാഫി കിറ്റും സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് സൈഡിൽ മറ്റേ AI ബട്ടൺ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും നമുക്ക് ഈ ബട്ടണിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ബട്ട് ജസ്റ്റ് ലുക്ക് അറ്റ് ദാറ്റ് ക്യാമറ മാൻ, ദാറ്റ് സെൻസേഴ്സ് 4 സെൻസേഴ്സാണ് വരുന്നത്. 4 സെൻസേഴ്സ് മാൻ. ദിസ് സോളിഡ് ഫോൺ, സോളിഡ് ആയിട്ടുള്ള ഒരു ഫോൺ. നല്ല ഒരു ഇൻഹാൻഡ് ഫീലാണ്, നല്ല വെൽ ബാലൻസ്ഡ് ആണ് ഇതിൻ്റെ വെയിറ്റ്. നമുക്ക് അങ്ങനെ ഒരു ടോപ്പ് ഹെവി, ഒബ്വിയസ്ലി ഇത് ഹെവിയാണ് ഈ സൈഡ്, ബട്ട് എന്നാൽ പോലും നല്ല ബാലൻസ് ചെയ്തിട്ടുണ്ട് വെയിറ്റ്. ഐ എം സൂപ്പർ എക്സൈറ്റഡ് ടു യൂസ് ദിസ്. എന്നെക്കാട്ടിലും എക്സൈറ്റഡ് സനിയാണ് കേട്ടോ ഇത് യൂസ് ചെയ്യാനായിട്ട്. സോ ലെറ്റ് സി സനി എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ഞാൻ എന്തായാലും ഇതൊന്ന് ബൂട്ടൊക്കെ ചെയ്തിട്ട് ഇതെന്താണെന്ന് നോക്കാം. അകത്തിരിക്കുന്നത് ColorOS 16 ഒക്കെ തന്നെയാണ്. സ്പെക്ക് എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗണിൻ്റെ 8 Elite Gen 5 ചിപ്സെറ്റാണ് വരുന്നത്. വി വിൽ സി. ഞാൻ ഇതിൻ്റെ ഒരു പ്രോപ്പർ നമ്മൾ ഇത് യൂസ് ചെയ്തിട്ടുള്ളൊരു പരിപാടി നമുക്ക് അപ്പം സംസാരിക്കാം. ജസ്റ്റ് വാണ്ടഡ് ടു ഷോ ദ അൺബോക്സിങ്. അടുത്തത് ഞാൻ യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് കാണാം. ഹലോ ഗൈസ്, അങ്ങനെ ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ്. കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഈ ഒരു ഫോൺ യൂസ് ചെയ്യുകയാണ്. എനിക്ക് ഒറ്റ കാര്യമാണ് പറയുള്ളത്. ഐ എൻജോയ്ഡ് യൂസിങ് ദിസ് പെർട്ടിക്കുലർ ഡിവൈസ്, Find X9 Ultra ഫ്രം ഓപ്പോ. ഒരു പക്ക ആ ഒരു പേരുണ്ടല്ലോ, അൾട്ര എന്ന് പറയുന്ന പേരിനുള്ള എല്ലാ രീതിയിലും നീതി പുലർത്തി എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇതിൻ്റെ 10x ഞാൻ പറയും. നമുക്ക് ഓരോ കാര്യങ്ങൾ പറയാം. നമുക്ക് ആദ്യം തന്നെ ഡിസൈനെ പറ്റി പറയാനാണെങ്കിൽ മെറ്റാലിക് ബോഡിയാണ് വരുന്നത്. ഇവിടെ നമുക്കൊരു കപ്പാസിറ്റീവ് ടച്ച് വരുന്ന ഒരു ക്യാമറ ബട്ടൺ വരുന്നുണ്ട്. 2 പ്രാവശ്യം നോക്കിക്കഴിഞ്ഞാൽ ക്യാമറ ഓൺ ആവും. പിന്നെ നമുക്ക് ഇതിലോട്ട് ഇതിങ്ങനെ ആകണം, എന്നാലേ അത് ആകത്തുള്ളൂ. നമുക്ക് സൂം ഇന്നും സൂം ഔട്ടും ഇതിൽ തന്നെ നമുക്ക് ചെയ്യാനും പറ്റും. ഓക്കെ, എന്നിട്ട് നമുക്ക് ഫോക്കസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഒരു കുറച്ച് ലൈറ്റായിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോക്കസ് ആവും, ക്ലിക്കാവും. സോ ക്യാമറ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ മൈൻഡ് സ്പേസ് അല്ലെങ്കിൽ നമുക്ക് ഏത് രീതിയിൽ ഇപ്പോൾ സൈലൻ്റ് ആക്കണമെങ്കിലോ ക്യാമറ ആപ്പ് ഓപ്പൺ ആക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഈ സാധനം നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. മൈൻഡ് സ്പേസ് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത്. വോളിയം അപ്പ് ഡൗണ് പവർ ബട്ടൺ. മെറ്റാലിക് ബോഡിയാണ് വരുന്നത്. നമുക്കിവിടെ ഒരു ലെതർ ഫിനിഷാണ് വരുന്നത് ബാക്കിൽ. ആൻഡ് ഇതിൻ്റെ ഒരു ഓറഞ്ച് കളറുണ്ട്. അതിൽ പ്ലാസ്റ്റിക് ബാക്ക് എന്നാണ് ഞാൻ കേട്ടത്. നമ്മൾ ജെറിയണ്ണൻ അങ്ങനെയാണ് പറഞ്ഞത്. USB 3.2 ആണ് വരുന്നത്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. IP റേറ്റിംഗ് പറയാനാണെങ്കിൽ 68ഉം 69ഉം വരുന്നുണ്ട്. ആൻഡ് വയർലെസ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. അതിന് നിങ്ങൾ കണ്ട ഈ ഓപ്പോയുടെ ഈ സാധനം യൂസ് ചെയ്യണം കേട്ടോ. എയർ വൂക്കിൻ്റെ ഇതാണ് 50 വാട്ടിൻ്റെ മറ്റേ വയർലെസ് ചാർജർ. ഇങ്ങനെ പ്ലച്ചിനെ ഒട്ടിച്ച് ചെയ്യാൻ പറ്റും. ഇതിൽ മറ്റേ മാഗ്നറ്റ്സ് ഇല്ലാത്തതുകൊണ്ട് പ്ലച്ചിനെ ഒട്ടില്ല. കേസ് ഇട്ട് കഴിഞ്ഞാൽ പ്ലച്ചിനെ ഒട്ടും. അപ്പോൾ ഈ സാധനം വെച്ച് നിങ്ങൾക്ക് 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ്, ഫാസ്റ്റ് വയർലെസ് ചാർജിങ് കിട്ടും. അല്ലാത്ത പക്ഷം 100 വാട്ടിൻ്റെ ചാർജർ പെട്ടിയിനകത്ത് തരുന്നുണ്ട്. പിന്നെ നമുക്ക് IR ബ്ലാസ്റ്റർ വരുന്നുണ്ട്. നിങ്ങൾക്കിതിനെ TV റിമോട്ടൊക്കെ ആക്കാൻ പറ്റും. സെറ്റിങ്സിൽ പോയിട്ട് റിമോട്ട് എന്ന് അടിക്കുമ്പോൾ IR റിമോട്ട് എന്ന് പറഞ്ഞു വരും. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ AC-യുടെ ഇതായിട്ടോ DVD പ്ലെയറായിട്ടോ TVയുടെ റിമോട്ടായിട്ടോ എന്തിൻ്റെ റിമോട്ടായിട്ടോ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. ആ ഒരു പരിപാടി വരുന്നുണ്ട്. നമുക്ക് ഡിസ്പ്ലേ പറ്റി പറയാനാണെങ്കിൽ 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്ന ഡിസ്പ്ലേ ആണെങ്കിൽ പോലും നമ്മൾ നോർമൽ രീതിയിൽ ഞോണ്ടണയൊക്കെ സമയത്ത് 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റാണ് വരുന്നത്. 2K റെസൊല്യൂഷനാണ് വരുന്നത്. പക്ഷേ സ്റ്റാൻഡേർഡായിട്ട് അത് 2Kയിലല്ല കിടക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ പോയിട്ട് നമുക്ക് ഇമേജ് റെസൊല്യൂഷൻ സ്റ്റാൻഡേർഡിൽ നിന്ന് ഹൈയിലോട്ട് തട്ടണം. ഓക്കെ, 2K റെസൊല്യൂഷൻ വരുന്ന ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത്. ഡോൾബി വിഷൻ്റെ സപ്പോർട്ട്, HDR10+ൻ്റെ സപ്പോർട്ട്. ഈ ഡോൾബി വിഷൻ്റെ വീഡിയോസ് നമുക്ക് ഈ ഒരു ഫോൺ വെച്ച് എടുക്കാനും പറ്റും. ഒരുമാതിരിപ്പെട്ട എല്ലാ ഓപ്പോ OnePlus ഫോണുകളിൽ അതുണ്ട്. അപ്പോൾ ആ സാധനം ഇതിൻ്റെ അകത്തും വരുന്നുണ്ട്. നമുക്ക് നല്ലൊരു ലൗഡായിട്ടുള്ള ഒരു സ്റ്റീരിയോ സ്പീക്കറാണ് വരുന്നത്. കിഡിലം ഹാപ്റ്റിക് ഫീഡ്ബാക്ക്. ഈ ഹാപ്റ്റിക് എന്ന് പറയുന്ന അവരുടെ സാധനത്ത് വെച്ചിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാപ്റ്റിക് ഫീഡ്ബാക്കാണ്. എസ്പെഷ്യലി നിങ്ങൾ ഗെയിമൊക്കെ കളിക്കുന്ന സമയത്ത് നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ പറ്റും.
ഔട്ട് ഓഫ് ദ ബോക്സ് കളറോയ 16 ആണ് വരുന്നത്. പുതിയ പതിപ്പാണ് ഇതിൽ വന്ന് കിടക്കുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെയൊക്കെ ഒരു സ്മൂത്തർ അനിമേഷൻ ആക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇൻബിൽട്ടായിട്ട് കുറേ ബ്ലോട്ട് വെയർസും ആഡ്സും വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനുള്ള പരിപാടി നിങ്ങൾക്കറിയാം. ബ്ലോട്ട് വെയർസിനെയൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. ആപ്പ് ഈ ഓപ്പോ ആപ്പിൻ്റെ ഒരു സാധനമുണ്ട്, അതിൽ നമുക്ക് ഡിസേബിൾ ചെയ്തിടാം. പിന്നെ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പിന്നെ നമുക്കറിയാം DNS.guard ആഡ് ഗാർഡൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന ആഡ്സും നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഈ പുതിയ ഓക്സിജൻ OS അല്ലെങ്കിൽ കളർ OS 16.1 എന്ന് പറഞ്ഞൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അത് ഈ ഔട്ട് ഓഫ് ദ ബോക്സ് നമ്മളുടെ ഈ ഫോണിലൊക്കെ അതാണ് ഈ 16.1 ആണ്. അതായത് 16.7 ആണ് വരുന്നത്, പക്ഷേ 16.1 ആണ്. ആൻഡ് ഇത് പുതിയ അടുത്ത നിങ്ങളായാലും മറ്റേ നമ്മുടെ OnePlus ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സാധനം യൂസ് ചെയ്യാൻ പറ്റും. കുറച്ചും കൂടെ ഒരു അനിമേഷൻ ബെറ്ററായി. പിന്നെ അതുകൊണ്ട് ഇത് കണ്ടോ, ഈ താഴെ ഇങ്ങനൊരു പരിപാടി ഉണ്ടോ. അതായത് നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ സ്റ്റോപ്പ് വാച്ച് ഇടുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇത് നാവിഗേറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മളിപ്പം പാട്ടൊക്കെ കേൾക്കുകയാണെങ്കിൽ പാട്ടിന് എൻലാർജ് ചെയ്യാനായിട്ട് ഇങ്ങനെ ആക്കുക. അതിൻ്റെ ഒരു അനിമേഷനും കാര്യങ്ങളൊക്കെ നല്ല ജിൽ ആൻഡ് സ്മൂത്താണ് കേട്ടോ. പിന്നെ നമുക്ക് ഇത് ചെയ്യണ സമയത്ത് കുറച്ചും കൂടെ ഒരു ലൈറ്റിംഗ് പരിപാടിയൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ആക്ച്വലി പ്രിറ്റി കൂൾ. ഇത് കളയട്ടെ, ഞാൻ ഇതിന് വേണ്ടി സെറ്റ് ചെയ്തതാണ്. പൊട്ടയും ഇതിപ്പോൾ മറ്റേതിലും വർക്കാവും കേട്ടോ. നിങ്ങളതിൽ മറ്റേ സാധനം ഉണ്ടല്ലേ, സ്ക്രീൻ റെക്കോർഡ് ചെയ്യണമെങ്കിൽ അത് അവിടെ വന്ന് കിടക്കും. അങ്ങനെ എന്നിട്ട് ഇതിനെ കളയാം. പിന്നെ നമുക്ക് വന്നേക്കുന്ന വേറൊരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ലോങ് പ്രസ് ചെയ്യണം. അതായത് ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ അൽക്കുലത്തായിട്ട് കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലോങ് പ്രസ് ചെയ്തിട്ടുണ്ട് ഓർഗനൈസ് എന്ന് പറയുന്ന സാധനം വന്നത്. അതിൽ രണ്ടാണ്, ഓർഗനൈസ് ബൈ കാറ്റഗറിയും ഓർഗനൈസ് ബൈ കളറും. അതായത് നമ്മളുടെ ആപ്സിൻ്റെ കളർ അനുസരിച്ച് ഓർഗനൈസ് ചെയ്യാം. ഇപ്പം എന്തെങ്കിലും രീതിയിൽ മാറ്റണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പഴയ രീതിയിൽ ലേഔട്ട്, നമ്മളിപ്പോൾ അത് ചെയ്തിട്ടില്ല, നമ്മൾ ചെയ്യാത്തത് കൊണ്ട് വലിയ കുഴപ്പമില്ല. ഇപ്പം കാറ്റഗറിയാണ് ഞാൻ വെച്ചേക്കണം. ഈ കളറിൻ്റെ പരിപാടി വേറൊരു സ്ഥലത്തും ഉണ്ട് കേട്ടോ. അതായത് ഫോർ എക്സാമ്പിൾ നമ്മളിങ്ങനെ പോയിട്ട് തന്നെ ഇവിടെ താഴെ നോക്കുമ്പം ഇതിലിപ്പോൾ എൻ്റെ ഈ ഐക്കണിൽ അത് സപ്പോർട്ട് ആവില്ല. പക്ഷേ നിങ്ങളുടെ നോർമൽ ഐക്കൺസിലാണെങ്കിൽ ബൈ കളർ നിങ്ങൾക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ എടുത്ത് പറയാനായിട്ടുള്ളത് AI ട്രാൻസ്ലേഷൻ്റെ കുറച്ചൊരു പരിപാടികൾ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് സൗണ്ട് എഫക്ട്സിൻ്റെ അവിടെ ഒരു സാധനം വന്നിട്ടുണ്ട്. അവിടെ ഒരു ഈക്വലൈസർ വന്നിട്ടുണ്ട്. സൗണ്ട് എഫക്ട്സിൽ വി ഹാവ് സൗണ്ട് എഫക്ട്സ് സെറ്റിങ്സിൽ നിങ്ങൾക്ക് ഒന്ന് ഇതേപോലെ ചെയ്യാം, ഒന്നുകിൽ കസ്റ്റം ചെയ്തിട്ട് നിങ്ങൾക്ക് ഇക്വലൈസർ പരിപാടി ഇവിടെ വന്നിട്ടുണ്ട്. പണ്ടിതില്ലായിരുന്നു. ഓക്കെ, ആക്ച്വലി ഇതൊക്കെയാണ്. പിന്നെ കുറച്ചും കൂടെയൊക്കെ സ്മൂത്ത് ആൻഡ് സ്നാപ്പി ആൻഡ് ജാപ്പി ആയിട്ടുണ്ട്. അനിമേഷനും കാര്യങ്ങളൊക്കെ പക്കാ സ്മൂത്താണ്. എൻഹാൻസ് എയർ റൈറ്റിങ്, ഓക്കെ, ഇതൊക്കെ അറിയാമല്ലോ. സോ അതൊക്കെയാണ് പുതിയ ഐറ്റംസ് ഓൺ ColorOS 16.1. എന്തായാലെങ്കിലും ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2ൻ്റെ പ്രൊട്ടക്ഷനാണ് ഫ്രണ്ടിൽ ഇരിക്കുന്നത്. നമുക്ക് ആൻറ്റി റിഫ്ലക്റ്റിംഗ് ഗ്ലാസ് ഒന്നും വരുന്നില്ല. പക്ഷേ നമുക്കൊരു കിടിലം അൾട്രാസോണിക് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഉണ്ട്, വിച്ച് ഇസ് വെരി ഫാസ്റ്റ് ആൻഡ് സ്നാപ്പി. iOS ഇത് ColorOS 16 നമുക്ക് ഏകദേശം 5 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും 6 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും നിങ്ങൾക്ക് തരുന്നുണ്ട്. സോ ഒരു 5 വർഷത്തേക്ക് അത്യാവശ്യം നല്ലത് തന്നെയാണ്. ബാറ്ററി പറ്റി പറയാനാണെങ്കിൽ, പിന്നെ ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ PWM ഡിമ്മിങ് 2160 ഹെർട്സിൻ്റെ PWM ഡിമ്മിങ് വരുന്നുണ്ട്, DC ഡിമ്മിങ് വരുന്നുണ്ട്. ഐ കെയർ എന്ന് പറയുന്നതിനായിട്ട് ഒരു സാധനം തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഐ കെയർ എന്ന് പറഞ്ഞിട്ട് തന്നെ ഇവിടെ തന്നെ ബെഡ് ടൈം മോഡ്, ഐ കംഫർട്ട്, വ്യൂയിങ് ഡിസ്റ്റൻസ് റിമൈൻഡർ എന്ന് പറയേണ്ട നിങ്ങളുടെ കണ്ണിന് സെറ്റാക്കാനായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1 നിറ്റ് നൈറ്റ് ഡിസ്പ്ലേ അങ്ങനെയൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ രാത്രി കാലങ്ങളിൽ നോക്കുന്ന സമയത്ത് ഒരു നിറ്റ്സിലോട്ട് ബ്രൈറ്റ്നസ്സിലോട്ട് വരുന്ന സമയത്ത് നമ്മുടെ കണ്ണിലോട്ട് ഭയങ്കരമായിട്ടുള്ള വെളിച്ചം വരാതിരിക്കുകയോ അല്ലാതെ മറ്റേ ഈ വെളിച്ചം കൊണ്ടിട്ടാണല്ലോ മറ്റേ മെലറ്റോൺ എന്ന് പറഞ്ഞ സാധനം പറഞ്ഞാൽ ആ സാധനത്തിന് തടയാതിരിക്കുകയും ചെയ്യും. അതാണ് ഈ 1 നിറ്റ്സ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ. 2160 ഹെർട്സിൻ്റെ PWM ഡിമ്മിങ് ഉള്ളതുകൊണ്ട് ഫ്ലിക്കറിങ് പരിപാടികളും നിങ്ങൾക്ക് ഇതിൽ അവോയ്ഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ബാറ്ററി പറ്റി പറയാനാണെങ്കിൽ 7050 mAh ബാറ്ററിയാണ് വരുന്നത്. ഫ്രഷ് ഔട്ട് ഓഫ് ദ ബോക്സ് നമുക്ക് ഈ ഫോണ് ചെറുതായിട്ട് വോം ആവുന്നുണ്ട്. അത് നിങ്ങളുടെ യൂസർ പരിപാടിയൊക്കെ അത് പഠിക്കുന്നതാണ്. വൺസ് ഇറ്റ്സ് ഗെറ്റ് യൂസ് ടു ഇറ്റ് ഒരു 3-4 ദിവസം എടുക്കും ആ ഒരു ബാറ്ററി ചൂടാവുന്നതും ഒക്കെ അത് സോൾവ് ആവുന്നതായിരിക്കും. ബൈപ്പാസ് ചാർജിങ് പരിപാടി വരുന്നുണ്ട്. കിഡിലും ബാറ്ററി ലൈഫാണ് നമുക്ക് ഈ ഒരു ഒറ്റ സാധനത്തിൽ കിട്ടുന്നത്. യു ആർ ഗെറ്റിംഗ് ലൈക്ക് ഒരു 1.5 ദിവസത്തെ ബാറ്ററി ലൈഫ് ഫോർ ഈസി അക്കോർഡിങ്. പക്ഷേ നിങ്ങൾ മറ്റേ ഹൈ റെസൊല്യൂഷനിലൊക്കെ ഇടുകയാണെങ്കിൽ അത് ഡെഫിനറ്റ്ലി ഇതിൻ്റെ ബാറ്ററി അഫക്റ്റ് ചെയ്യും. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഇതിനെ അഫക്റ്റ് ചെയ്യും. നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്പുകൾ, ഗെയിമിംഗ് ആയിക്കോട്ടെ, ക്യാമറ ആപ്പ് ആയിക്കോട്ടെ, അതും ഈ പറയുന്ന ബാറ്ററി ലൈഫിനെ അത് അഫക്റ്റ് ചെയ്യും.
ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് ബാറ്ററി ലൈഫ് ഇസ് വെരി നൈസ്. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് എല്ലാ സാധനങ്ങളും വരുന്നുണ്ട്. നമുക്ക് വൈഫൈ 7 ആണ് വരുന്നത്, ബ്ലൂടൂത്ത് 6.0 വരുന്നുണ്ട്. വി ഹാവ് ലിറ്റ്നമലി ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഈ ഫോണിൻ്റെ അകത്തുണ്ട്. നമ്മൾ ഈ പറയുന്ന സകല സ്പെക്കും. നമ്മളിപ്പം പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എയർടെൽ 8 Gen 5 ആണ് വരുന്നത്. ഏകദേശം 3.9 മില്യൺ AnTuTu സ്കോർ വരുന്നുണ്ട്. നല്ല ഒട്ടും ത്രോട്ടിൽ ചെയ്യാത്ത ഒരു ഫോണായിട്ടാണ് ഞാൻ ഇതിൻ്റെ ടെസ്റ്റൊക്കെ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത്. ഏകദേശം നമുക്ക് CPU ത്രോട്ടിലിംഗ് ചെയ്തപ്പോൾ ഒരു 71% വന്നിട്ടുണ്ട്. നമ്മൾ 3D മാർക്ക് ചെയ്ത സമയത്ത് ഏകദേശം 6987 ബെസ്റ്റ് ലൂപ്പ് സ്കോർ വരുന്നുണ്ട്. 48 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഈ സാധനം ഹീറ്റപ്പ് ആയത്. സോ ഈ സി ദീസ് തിങ്സ് ഡസൻറ്റ് മേക്ക് എനി സെൻസ് ഇൻ റിയൽ ലൈഫ്. പക്ഷേ നമുക്കിതിൽ പോസിബിൾ ആണ് എന്ന് ഞാൻ പറയുകയാണ്. ആൻഡ് ഇതിൻ്റെ അകത്തിരിക്കുന്നത് LPDDR5X റാമും UFS സ്റ്റോറേജ് 4.1 വിച്ച് മീൻസ് ദിസ് ഫോൺ ഇസ് ഫാസ്റ്റ്, വിച്ച് വിൽ ലാസ്റ്റ് ലോങ്. യാതൊരു രീതിയിലുള്ള നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇപ്പം വിത്ത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചില രീതിയിൽ ചില ബഗ്ഗുകളും കാര്യങ്ങളും വരും. പക്ഷേ സ്മൂത്ത് ഓപ്പറേഷൻ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ഇറ്റ് വിൽ ബി വെരി സ്നാപ്പി, വെരി സ്മൂത്ത്. And let it be gaming or let it be the photo processing, it will be very fast and snappy. ഗെയിമിങ്ങിനെ പറ്റി പറയാനാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഗെയിം മോഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബൂസ്റ്റ് മോഡിലോട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് FPS, അതായത് ഈ 144 Hz റിഫ്രഷ് റേറ്റ് വരുന്നത് ഗെയിമിംഗ് എന്നുള്ള കോൺസെപ്റ്റ് നോക്കുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾ BGMI കളിക്കുന്നവരാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ഹൈസ് FPS ഗെയിംസൊക്കെ നിങ്ങൾ കളിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇതിൻ്റെ റിഫ്രഷ് റേറ്റ് 144 Hz FPSലോട്ട് മാറുന്നതായിരിക്കും, വിച്ച് വിൽ ഗിവ് യു എ ബിറ്റ് ഓഫ് എ എഡ്ജ് ഇഫ് യു ആർ പ്ലേയിങ് ഗെയിംസ്. ബട്ട് ഇതൊരു ഗെയിമിംഗ് സെൻട്രിക് ഫോണാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് തിരിച്ചു നോക്കി കഴിയുമ്പോൾ ഈ ഒരു വട്ടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു ഗെയിമിംഗ് സെൻട്രിക് ഫോണല്ല. ഇതിൽ ഗെയിം കളിക്കാം, ഇതൊരു ഫോണാണ്. അതായത് ഫോൺ വിളിക്കുക. പിന്നെ മറ്റേ ഈ ആൾക്കാർ അനൗൺസ്മെൻറ്റ് ചെയ്യാത്ത രീതിയിലുള്ള മറ്റേ ഡയലറാണ് ഇതിൻ്റെ അകത്തുള്ളത്. മറ്റേ നിങ്ങൾ കോൾ റെക്കോർഡ് ചെയ്യണമെന്നൊക്കെ അപ്പുറത്തുള്ള അറിയില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്കും ഓപ്പോ OnePlus ഒക്കെ ഒരു ഗുണമായിട്ടുള്ളത്. അവരിൽ ഡയലർ എന്ന് പറഞ്ഞ സാധനമാണ് വരുന്നത്. ആ ഡയലറിൽ നിങ്ങൾ റെക്കോർഡ് ചെയ്യണമെങ്കിൽ ആ സാധനം വരത്തില്ല. പിന്നെന്തിന് AI പരിപാടികളായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് ഇതിൻ്റെ അകത്ത്. നമ്മുടെ AI മൈൻഡ്, ഓപ്പോര AI ഇതൊക്കെ മൈൻഡ് പൈലറ്റ് എന്ന് പറഞ്ഞൊരു പുതിയ സാധനം വന്നിട്ടുണ്ട് കേട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഇഷ്ടം അനുസരിച്ച് ഒരു മൈൻഡ് സ്പേസ് പോലെ, പക്ഷേ ഒരു ChatGPT പോലത്തെ ഒരു സാധനമാണ്. നമുക്ക് എന്ത് വേണമെങ്കിലും ഇതിൽ ചോദിക്കാം. നമുക്കൊരു ഐഡിയ ചോദിക്കാം, നമുക്ക് എന്ത് വേണമെങ്കിലും ഇതിൽ ചോദിക്കാം. ഒരു ChatGPT പോലത്തെ ഒരു സാധനമാണ്. ലൈക്ക് ഓപ്പോൻ്റെ ഒരു ChatGPT എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതാണ് ഈ മൈൻഡ് പൈലറ്റ് എന്ന് പറയുന്ന സാധനം. പിന്നെ മൈൻഡ് സ്പേസസ് ലിങ്ക്ഡ് ടു ജെമിനി, അതായത് നിങ്ങൾ എടുക്കുന്ന സ്ക്രീൻഷോട്ടുകൾ, അതിൽ നിങ്ങളുടെ ടിക്കറ്റിൻ്റെ ആവാം, ടിക്കറ്റ് ഇൻഫോർമേഷൻ ആവാം, നിങ്ങളൊരു കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കോൺസെർട്ടിനെ പറ്റിയാവാം, നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന ഫുഡ് ആവാം, നിങ്ങൾ ഓരോ റീല് കാണുമ്പം എടുക്കില്ല, അതിങ്ങനെ മൈൻഡ് സ്പേസിലോട്ട് ഇട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു ദിവസം സുപ്രഭാതത്തിൽ ജെമിനി എടുത്ത് പറയും, ജെമിനി ഞാനിങ്ങനെ അന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് ആ മൈൻഡ് സ്പേസിൽ നിന്ന് പറയാമോ, അത് എവിടെയായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് പറഞ്ഞു തരും. സോ അങ്ങനെയൊക്കെയുള്ള മൈൻഡ് സ്പേസ് ഇൻ്റഗ്രേഷൻ വരുന്നുണ്ട്. പിന്നെ AI സജഷൻ വരുന്നുണ്ട്. പിന്നെ നമുക്ക് മറ്റേ ഗ്ലോ ഇല്ലേ, ഫേസിൽ ഗ്ലോ വരണം, മറ്റേ ഇരുണ്ട് പോകുന്ന നമ്മളുടെ മുഖത്തിന് ഗ്ലോ ചെയ്യുന്ന അതൊക്കെ നമുക്ക് മറ്റേ ഫോട്ടോ എഡിറ്റർ ആപ്പിൽ നിങ്ങൾക്കത് നൈസായിട്ട് തന്നെ ചെയ്യാം. ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് AI എഡിറ്ററിൽ പോയിട്ട് AI പോർട്രേറ്റ് ഗ്ലോ എന്ന് പറഞ്ഞ സാധനമുണ്ട്, AI ഇറൈസർ ഉണ്ട്, AI റീകമ്പോസിഷൻ ഉണ്ട്, ക്ലാരിറ്റി ഉണ്ട്, പെർഫെക്റ്റ് ഷോട്ട് ഉണ്ട്, അൺബ്ലർ ഉണ്ട്, റിഫ്ലക്ഷൻ റിമൂവ് ചെയ്യുന്ന സാധനങ്ങളുണ്ട്, അങ്ങനത്തെ എല്ലാ രീതിയിലുമുള്ള സാധനങ്ങളുണ്ട്. പിന്നെ വേറൊരു വെടിച്ചില്ലൻ സാധനം ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇത് സാംസങ്ങിൻ്റെ ഫോണുകളിലുണ്ട്. പിന്നെ അതിനുശേഷം അതിലേന്ന് വന്ന സാംസങ് പിക്സലിലാണ് ആദ്യം വന്നത്, സാംസങ്ങിൽ വന്ന് ഇനി ഈ ഫോട്ടോ എടുക്കുക, നിങ്ങളുടെ ഐഫോൺ എടുക്കുക, അൺലോക്ക് ചെയ്യുക, നിങ്ങളുടെ എയർ ഡ്രോപ്പ് 10 minutes to everybody ആക്കുക, ഷെയർ അടിക്കുക, ക്വിക്ക് ഷെയറിൽ പോവുക, കോൾമി ഷസാം ഐഫോൺ എന്ന് വന്ന് കിടപ്പുണ്ട്. വേണ്ട ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എടുത്ത ഫോട്ടോ ദാണ്ട് ഇവിടെ വിത്ത് എയർ ഡ്രോപ്പ് വന്നിരിക്കുകയാണ്. ദാറ്റ് മീൻസ് ക്വിക്ക് ഷെയർ നൗ സപ്പോർട്ട്സ്. ഓപ്പോയിലെ ഈ ഫോണിലെ ക്വിക്ക് ഷെയർ നൗ സപ്പോർട്ട്സ് നമ്മുടെ ഐഫോണിൻ്റെ എയർ ഡ്രോപ്പ്, വിച്ച് ഈസ് ആക്ച്വലി വെരി നൈസ്. ഇപ്പോൾ കാർത്തിയുടെ കുറേ ഫോട്ടോ, കാർത്തിയുടെയും വർഷരേഖ സൈനി കുറച്ച് നല്ല ഫോട്ടോസ് എടുത്തായിരുന്നു. അപ്പോൾ ഇത് കാർത്തി ഇങ്ങനെ ചോദിച്ചു, എടാ എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് അയച്ചാടാ വാട്സാപ്പ് വഴി. ഞാൻ പറഞ്ഞു എന്തിന് എയർ ഡ്രോപ്പ് ഓൺ ചെയ്യാടാ എന്ന് പറഞ്ഞ് ഞാൻ അയച്ചെടുത്താൽ എന്ന് പറഞ്ഞു നിന്ന്. ദിസ് ഈസ് ആക്ച്വലി എ ബ്ലെസ്സിങ്. ഈ സാധനം ഇനി പതുക്കെ നമ്മുടെ വിവോ X300 അൾട്രയിലും ഇതേ ഫീച്ചർ വരുന്നുണ്ട്.
So you can send from iPhone to this or this to here easily with quick share. So ആ ഒരു സാധനം വന്നിട്ടുണ്ട്, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ആൻഡ് നൗ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ ഞാൻ പറയാം ഓക്സിജൻ കളർ OSനും അല്ലെങ്കിൽ ഓക്സിജൻ OSനെയൊക്കെ പറ്റി ഞാൻ ഒരു സെപ്പറേറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിലുള്ള എല്ലാ ഫീച്ചേഴ്സും നമ്മൾ ഈ ഫോണിലുണ്ട്. ആൻഡ് പുതിയൊരു അപ്ഡേറ്റ് വെച്ചിട്ട് കുറച്ചും കൂടെ അനിമേഷൻ ബെറ്റർ ആയിട്ടുണ്ട്. കുറച്ചും കൂടെ ലോക്ക് സ്ക്രീനിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇതേപോലത്തെ ഒരു സ്മൂത്തർ അനിമേഷൻ വന്നിട്ടുണ്ട്. നമുക്ക് യു ക്യാൻ ആക്ച്വലി നാവിഗേറ്റ് ഹിയർ, മറ്റേ നമ്മുടെ നൗ ബാർ പോലെ ഇതിരുന്ന് നാവിഗേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ മെയിൻ പരിപാടി. ആദ്യം തന്നെ ഫ്രണ്ട് ക്യാമറ 50 മെഗാ പിക്സൽ വിച്ച് സപ്പോർട്ട്സ് ഓട്ടോ ഫോക്കസ് ആൻഡ് യു ക്യാൻ ടേക്ക് സം റിയലി ഗുഡ് സെൽഫീസ് വിത്ത് ദിസ് പെർട്ടിക്കുലർ ഫോൺ. 4K 60 FPS വീഡിയോ സപ്പോർട്ടും നമുക്ക് ഫ്രണ്ട് ക്യാമറയിൽ എടുക്കാൻ പറ്റും. ഹലോ ഗൈസ്, നമ്മുടെ ഓപ്പോ ഫൈൻഡ് X9 അൾട്രയിലെ ഫ്രണ്ട് ക്യാമറയിലെ 4K 30 FPS ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് പോലെ 4K 60 FPS സപ്പോർട്ട് വരുന്നുണ്ട്. 50 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് ഫ്രണ്ടിൽ വരുന്നത്. നമുക്ക് സൂം ഇൻ ചെയ്യാം നല്ല രീതിയിൽ. എൻ്റെ വായി കയറിയിരുന്ന് വേറെ വ്ളോഗ് എടുക്കാം. നമുക്കിത് പോസ് ചെയ്യാം, ഫോട്ടോ എടുക്കാം. നിപ്പില്ലെങ്കിൽ അതും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇതേപോലെയൊക്കെ ലോകം കാണിക്കണമെന്നുണ്ട്. ഇതെനിക്കാണ് ഓപ്പോയും OnePlusലുണ്ട്. ഓപ്പോയിൽ ഞാൻ ഇത് കണ്ടിട്ടുണ്ട്. നിപ്പിൽ ബാക്ക് ക്യാമറയിലോട്ട് ഈസി ആയിട്ട് സ്വിച്ച് ചെയ്യുന്ന പരിപാടി. ഇത് ഞാൻ 4Kയിലാണ്. ബാക്ക് ക്യാമറ 4K ആയിരുന്നോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്താണെങ്കിലും അത് നമുക്ക് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ആക്ച്വലി വെരി ഗുഡ്. ആൻഡ് ഇതാണ് ക്ലാരിറ്റി ഗൈസ് ഇൻസൈഡ് ദ റൂം. ബാക്ക്ഗ്രൗണ്ടിൽ ഇതുപോലെയൊക്കെ ലൈറ്റ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ഹൈലൈറ്റ് കൺട്രോൾ ചെയ്യുന്നത്. സോ യാ, ബാക്ക് ക്യാമറയെ പറ്റി പറയാനാണെങ്കിൽ നമുക്ക് റെയറിൽ വരുമ്പോൾ യു ക്യാൻ ടേക്ക് സം ഓസം പിക്ചേഴ്സ് വിത്ത് ദിസ് ഫോൺ. നിങ്ങൾ ഹാസൽബ്ലാഡിൻ്റെയൊക്കെ ആ ഒരു കളർ ടോണും കളർ പരിപാടിയൊക്കെ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണെങ്കിൽ ഡെഫിനറ്റ്ലി ദിസ് ഫോൺ ഈസ് ആബ്സല്യൂട്ട്ലി എ കില്ലർ. ആൻഡ് നമുക്ക് അതർ ദാൻ ദാറ്റ് ക്യാമറയെ പറ്റി പറയാനാണെങ്കിൽ റെയർ ക്യാമറ നമുക്ക് 5 സെൻസേഴ്സ് വരുന്നുണ്ട്. ഒന്ന് 50 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ്, അതിൽ ഓട്ടോ ഫോക്കസ് വരുന്നുണ്ട്. പിന്നെ ഒരു 200 മെഗാ പിക്സലിൻ്റെ ഒരു വൈഡ്, 200 മെഗാ പിക്സലിൻ്റെ 3x ഒപ്റ്റിക്കൽ, പിന്നെ ഒരു 50 മെഗാ പിക്സലിൻ്റെ 10x ടെലിഫോട്ടോ. മാൻ, സൂം ലെൻസിൻ്റെ കിങ്. അത് 10xും 20xും നല്ല കിടിലം ക്ലാരിറ്റി കിട്ടും. പക്ഷേ ഹ്യൂമൻ സബ്ജക്റ്റ് കുറച്ച് ചാലഞ്ചിങ് ആണ്. പക്ഷേ ആ 10x വെച്ചിട്ട് ഹ്യൂമൻ സബ്ജക്റ്റ് അത്യാവശ്യം നൈസാണ്. എസ്പെഷ്യലി നൈറ്റ് ആയിക്കോട്ടെ ഡേ ആയിക്കോട്ടെ, ദ കളേഴ്സ് ലുക്സ് വെരി നൈസ്. ഹാസൽബ്ലാഡിൻ്റെ കളറിങ് വരുന്നത് കൊണ്ട് തന്നെ ഇറ്റ് ലുക്സ് വെരി നൈസ്. കളർ സ്പെക്ട്രം എന്തോ ഒരു സെൻസർ വരുന്നുണ്ട്, കുറച്ചും കൂടെ ഒരു ട്രൂ ടു ദ കളർ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിൽ നമുക്ക് നിങ്ങൾക്കറിയാവുന്ന പോലെ നോർമൽ ഈ പറയുന്ന സാധനം 12 മെഗാ പിക്സലിനാണ് ബിൻ ചെയ്തേക്കുന്നത്. നിങ്ങൾ മാസ്റ്ററിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് JPEG Max എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതിൽ 28 മെഗാ പിക്സലിലുള്ള ഫോട്ടോസ് എടുക്കാം വിത്ത് 0.0, 2x, 3x, 6x, 10x. സോ ഇതൊരു സൂപ്പർ സാധനമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആപ്പിളിൻ്റെ 24 മെഗാ പിക്സൽ പോലെ നമ്മുടെ ഓപ്പോയിൽ നമുക്ക് 12 മെഗാ പിക്സലിൽ ബിൻ ചെയ്യുന്നതിന് പകരം മാസ്റ്ററിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് 28 മെഗാ പിക്സലിൽ ഫോട്ടോസ് എടുക്കാം. അതല്ലാതെ നമുക്ക് പോർട്രേറ്റ് മോഡൽ 1x, 2x, 3x, 10xലൊക്കെ എടുക്കാം. ഹാസൽബ്ലാഡ് ഹൈ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞൊരു പരിപാടി വരുന്നുണ്ട്. അതിൽ നമ്മൾ 200 മെഗാ പിക്സൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 200 മെഗാ പിക്സലാണ് വരുന്നത്, 1xും 3xും. ഈ 4K റെസൊല്യൂഷൻ എന്ന് പറയുന്നത് മോഷൻ ഫോട്ടോസാണ്. അതായത് മറ്റേ മൂവ് ചെയ്യുന്ന ചെറിയ ചെറിയ ക്ലിപ്സ് പോലത്തെ സാധനം എടുക്കാനാണ് ഈ മോഷൻ ഫോട്ടോസ് വരുന്നത്. മോറിൽ പോയി കഴിഞ്ഞാൽ നൈറ്റ് ഫോട്ടോഗ്രാഫി, പാനോ, പ്രോ വീഡിയോയിൽ നമുക്ക് ലോഗ് ഫോർമാറ്റിലൊക്കെ നിങ്ങൾക്ക് വീഡിയോസ് എടുക്കാം. 4K 24 FPS സപ്പോർട്ട്, 60 FPS, 120 FPS, അതിൽ സ്റ്റാൻഡേർഡ് HDR, OLOG 2 എടുക്കാം. 8x 30 FPS, 24 FPS. ഇത്രയും സാധനങ്ങളാണ് നിങ്ങൾക്ക് ഈ വീഡിയോ പരിപാടിയിൽ വരുന്നത്. നമുക്ക് ടൈം ലാപ്സ്, എക്സ്പോഷർ, ലോങ് എക്സ്പോഷർ, ഡുവൽ വ്യൂ, ഒരേ സമയത്ത് ബാക്കും ഫ്രണ്ടും നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാധനം വരുന്നുണ്ട്. പിന്നെ നമുക്ക് എന്നിട്ട് നമുക്ക് അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി, സ്റ്റിക്കർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നത്. സ്കാൻ ഡോക്യുമെൻറ്റ്, നിങ്ങൾക്ക് പാസ്പോർട്ടിൻ്റെ ഇതോ അല്ലെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൻ്റെ ഇതൊക്കെ സ്കാൻ ഡോക്യുമെൻറ്റിൽ കിഡിലായിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ എക്സ്പാൻഡ് മോഡ് ഇസ് എ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫേഴ്സ് പാരഡൈസ്. ഇതിൽ നിങ്ങൾക്ക് കുറച്ച് കിടിലം ബ്ലാക്ക് ആൻഡ് വൈറ്റും കുറച്ച് കിടിലം നൈസ് ഫിൽറ്റേഴ്സ് വരുന്നുണ്ട്. ആൻഡ് യു ക്യാൻ ടേക്ക് സം റിയലി അൾട്രാ വൈഡ് ഈ എക്സ്പാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ഹാസൽബ്ലാഡ് എന്ന് പറയുന്ന ക്യാമറേസിൽ വരുന്ന ഒരു ഫീച്ചറാണ്. അത് വെച്ച് സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി നല്ല മലേഷ്യയിലോ
ജപ്പാനിലോ ഒക്കെ പോയി പൊളിച്ചടുക. അതേപോലെ കുറച്ചും കൂടി ഒരു അർബൻ സെറ്റിങ്സിലൊക്കെ ഉള്ള സാധനങ്ങളിൽ ആൾക്കാരുടെയൊക്കെ അത് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം സാധനം വെച്ച്. അതാണ് എക്സ്പാൻഡ് മോഡ്. പിന്നെ നിങ്ങൾക്ക് അഡീഷണൽ ഈ ഓപ്പോയുടെ ഹാസൽബ്ലാഡിൻ്റെ ഒരു ടെലി കൺവേർട്ടർ ഉണ്ട്. അത് സെപ്പറേറ്റ് മേടിക്കണം. എനിക്ക് ഇന്ത്യയിലുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്കത് മേടിക്കാം. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതെടുക്കാം. പക്ഷേ ടെലി കൺവേർട്ടറിൻ്റെ ആവശ്യമില്ലടേ. ഈ 10x വെച്ച് തന്നെ നല്ല ജില്ല് ഫോട്ടോ എടുക്കാം. അതായത് കണ്ടോ 10xൽ നമുക്ക് 20x വരെ നമുക്ക് പുഷ് ചെയ്യാം. ഫോട്ടോസിൽ 20x വരെ കണ്ട ഈ ഒരു ക്ലാരിറ്റിയിൽ നമുക്ക് കിട്ടും. എടുക്കുക, പ്രോസസ്സ് ചെയ്ത് കിട്ടുന്നത് കഷ്ട സാധനമായിരിക്കും. കണ്ട ഇങ്ങനത്തെ ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് കിട്ടും. സോ ദ 10x ഇസ് എ കിടു ഐറ്റം. പിന്നെ മാസ്റ്റർ മോഡ് അടിപൊളി തന്നെയാണ്. നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ചെയ്യാം. അതിൽ റോയും മാക്സ് ഒക്കെ എടുക്കാം. പിന്നെ വീഡിയോയിൽ 4K ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ 4K നമുക്ക് 120 FPS വരെ സപ്പോർട്ടുണ്ട്. വിച്ച് ഇസ് 1x 2x 3x 10x വരെ 120 FPS സ്ലോ മോഷനിൽ നിങ്ങൾക്ക് വീഡിയോ എടുക്കാം. സോ അതൊക്കെയാണ് വീഡിയോ കാപ്പബിലിറ്റി. ഇതിന് സനി ഞാനും കൂടെ ഒന്ന് ഫോർട്ട് കൊച്ചി പോയിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തായിരുന്നു കേട്ടോ. ആ ഒരു സാധനം കണ്ടിട്ട് വാ. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, അങ്ങനെ എൻ്റെ കയ്യിലിരിക്കുന്നു നമ്മുടെ സ്വന്തം ഓപ്പോ Find X9 Ultra. ആൻഡ് ഇത് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഫോട്ടോഗ്രാഫർ സനിക്കൊപ്പം നമ്മൾ നേരെ ഫോർട്ട് കൊച്ചിയിലോട്ട് പോവുകയാണ്. യെസ് സനി, റെഡി? യെസ്, ഐ ആം റെഡി. ഇത് ഭയങ്കരമായിട്ട് തുടച്ചുകൊണ്ടിരിക്കണം കേട്ടോ. ഭയങ്കരമായിട്ട് സ്മജ്ജസ് വരണം. അതായത് ഈ പൊസിഷനിങ് കൈ നമ്മുടെ വിരലവിടെ വെക്കണോണ്ട് നല്ല രീതിയിൽ എപ്പോഴും തുടച്ചതിന് ശേഷം മാത്രമേ ഫോട്ടോ എടുക്കാവൂ. സോ ദ ഫോൺ ഇസ് പ്രെറ്റി കൂൾ. ഫോട്ടോഗ്രാഫി പരിപാടിയിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അത് സനിക്ക് ഇഷ്ടപ്പെടുമില്ലേ നമുക്ക് നോക്കാം. യെസ്, ലെറ്റ്സ് സീ. ഗൈസ്, ഈ കാണുന്നതാണ് കോസ് കഫേ. കൊള്ളാം. കോസ് കഫേരെ ഒത്ത നടുക്ക് സനി ഫോണിലെ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുക. നല്ല വെയിൽ ബട്ട് വെരി നൈസ് സ്ഥലങ്ങൾ കേട്ടോ. നല്ല രസമുണ്ട്. കാപ്പിയൊക്കെ മേടിച്ചാണ്ട് ഇവിടെയൊക്കെ ഇരുന്ന് ചില്ല് ചെയ്ത് നല്ലൊരു കക്കൂസൊക്കെ ഉണ്ട്. ചെറിയ കക്കൂസാണെങ്കിലും കൊള്ളാം. വെരി നൈസ്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. നല്ല വൈബ്, നല്ല രസമുണ്ട് ഇവിടെ. അതായത് പഴയ ഒരു കൊച്ചിയുടെ ആംബിയൻസിൽ നമുക്കിങ്ങനെ കാപ്പിയൊക്കെ കുടിച്ച് മാച്ചയൊക്കെ കുടിച്ചിരിക്കാം. നമ്മളെയാണെന്ന് തോന്നുന്നു. എടുത്തിട്ട് ഫോട്ടോഗ്രാഫർ അറ്റ് വർക്ക്. ഫോട്ടോ എടുക്കാൻ എങ്ങനെയുണ്ട്? ഫോട്ടോ എടുക്കാൻ നൈസാ. ഇങ്ങനെ ഒരു ഷട്ടർ ബട്ടൺ ഉണ്ടല്ലേ? വൈസ് ബൈ ദ വേ അവിടെ ഒരു ഷട്ടർ ബട്ടൺ ഉണ്ട്. അത് വെച്ച് നമുക്ക് സൂം ഇന്നും സൂം ഔട്ടൊക്കെ ചെയ്യാം. ആണോ? ഉണ്ടോ? ഓക്കെ, അങ്ങനെ കൊള്ളാം കേട്ടോ. നൈസ് നോ? കൺവീനിയൻസ്. സനി എങ്ങനെയുണ്ട്? സനി എങ്ങനെയുണ്ട്? അതിനിടയ്ക്ക് വീഡിയോ എടുക്കാൻ കൊള്ളാം. നൈസ്, അടിപൊളി ഫോൺ. എന്താണ് കളറിനെയൊക്കെ പറ്റി എന്താണ് പറയാനുള്ളത്? എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല കളർഫുൾ കളേഴ്സൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഷാർപ്പാണ്. 10x എങ്ങനെയുണ്ട്? 10x ആണ് ഞാൻ എടുത്തുകൊണ്ടിരിക്കണത്. കുറച്ച് പറ്റും. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. നല്ല ഷാർപ്പ് ആൻഡ് ക്വാളിറ്റിയൊക്കെ കൊള്ളാം. നല്ല ഫോട്ടോ. ഇനി ഉപയോഗിച്ച് തളരുമ്പോൾ ഞാൻ എടുത്തോളാം. അടിപൊളി ഫോട്ടോ. അടിപൊളി കളേഴ്സും സംഭവം. മറ്റേ വെച്ച് നോക്കുമ്പോഴാ ഏത് വെച്ച്? ഷൗമി ഇറ്റ്സ് എ ഡിഫറൻറ്റ്. അതിൻ്റെ ലൈക്കയുടെ കളറല്ലേ ഇത്? എനിക്ക് തോന്നുന്നു ഹാസൽബ്ലാഡിൻ്റെ രണ്ട് ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള കളർ സംഭവമാണ്. പക്ഷേ രസമുണ്ട് കേട്ടോ. അത് ഇതിൻ്റെ ഫോട്ടോ എന്താ ന്യൂട്രൽ സ്കിൻ ടോണും സാധനങ്ങളൊക്കെയാണ്. ചെറുതായിട്ട് കളർ ഫെയ്ഡ് ആവുന്നുണ്ട് ഇങ്ങനെ ഈ ഒരു മോഡലൊക്കെ പോർട്രേറ്റിലൊക്കെ എടുക്കുമ്പോൾ. ബാക്കിൽ നല്ല കളർ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ജസ്റ്റ് ഈ ഹാസൽബ്ലാഡിൻ്റെ സ്റ്റൈലിൽ ചെയ്യുന്നുണ്ട്. അത് ചെറുതായിട്ടൊന്ന് ടോൺ ഡൗൺ ആക്കുന്നുണ്ട്. നൈസ്. പക്ഷെ രസമുണ്ട്. അവരുടെ ആ ഒരു സ്റ്റൈൽ ഇഷ്ടമാണെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ അതാണ് സനി പറഞ്ഞ പരിപാടി. അതായത് ഫോട്ടോയൊക്കെ എടുക്കാൻ ജില്ല തന്നെയാണ്. വീഡിയോ എടുക്കാനും അത്യാവശ്യം കേപ്പബിൾ ആയിട്ടുള്ള ഒരു കിടിലം ഫോണും ക്യാമറയും തന്നെ. പക്ഷേ ഞാൻ പറഞ്ഞില്ല 10x, ആ പുതിയ 10x 50 മെഗാ പിക്സൽ ഒരു രക്ഷയില്ലടേ. അതിൻ്റെ ഒരു ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചീറ് ക്വാളിറ്റി. എനിക്ക് ഭയങ്കര, ഞാൻ കുറച്ച് നേരം ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. എൻ്റേതായ രീതിയിലുള്ള കുറച്ച് ഫോട്ടോകളുണ്ടല്ലോ, അതൊക്കെ ഞാൻ എടുത്ത് നോക്കിയായിരുന്നു. സാധനം കൊള്ളാം. പ്രൈസ് അറിയാമല്ലോ, അൾട്രാ ഫോൺ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ തന്നെ ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. പക്ഷേ ഈ പറയുന്ന ഞാൻ പറയും വളരെ നീഷായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി ഇറക്കുന്ന ഫോണാണ്. ഭയങ്കരമായിട്ട് പ്യുവറായിട്ടും ഹാസൽബ്ലാഡിനെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നവർക്ക് പറ്റിയൊരു ഫോണായിട്ടാണ് ഈ ഫീൽ ചെയ്തത്. അപ്പോൾ എന്താണെങ്കിലും കോസ് കഫേ കൊള്ളാം. മട്ടാഞ്ചേരി കോസ് കഫേ. കോസ്
എൻ്റെ പേരെന്ത് ലേ ഓവർ, നല്ല രസമുണ്ട് കേട്ടോ. അപ്പുറത്ത് പാർക്കിംഗ് ഒക്കെ ഉണ്ട്, അവരൊരു സെപ്പറേറ്റ് സ്ഥലം, അതായത് ഈ കഫേയിൽ കുറച്ച് ഫ്രണ്ടിൽ പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലോട്ട് ഒരു പാർക്കിംഗ് പരിപാടിയൊക്കെ ഉണ്ട്. കൊള്ളാം, നല്ല നീറ്റായിട്ടുള്ള ഭയങ്കര എസ്തെറ്റിക്സ് നിറഞ്ഞിരിക്കുന്നൊരു കവനീയ ശേഖരം എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. അങ്ങനെ സനീര സീരീസ് നമ്മൾ തീർത്തിരിക്കുകയാണ്. സനി ആകെ ഒരു ദിവസമേ കിട്ടിയുള്ളൂ, നാളെ ഞാൻ പോവുകയാണ്. അപ്പം സനിക്ക് എന്താണ് പറയാനുള്ളത്? കൊള്ളാം, നല്ല ഫോൺ, അടിപൊളി. ഞാൻ പറഞ്ഞേ ഞാൻ എല്ലാം ഇപ്പൊ ഹൈ എൻഡ് ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരുപാട്. സനീരയിൽ ഇപ്പം X300 Pro, 17 Ultra, ലൈക്ക എഡിഷൻ. അപ്പൊ ഇതെല്ലാം കൂടെ യൂസ് ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് അങ്ങനെ ഭയങ്കര ഓവർ ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്യാറില്ല. അതെ, പിന്നെ ഇതില് ഞാൻ പറഞ്ഞില്ലേ ഒരു ഹാസൽബ്ലാഡിന്റെ ഒരു കളർ ടോൺ ഉള്ളതുകൊണ്ട് എനിക്ക് പേഴ്സണലി സ്കിൻ ടോൺ ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കൊള്ളാം, ഭയങ്കരമായിട്ട് ഒരു കുറച്ച് ഫ്ലാറ്റ് സ്കിൻ ടോൺ ആണ്. രസമുണ്ട്, നല്ല രസം. വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു നമുക്ക് ട്വീക്ക് ചെയ്യാൻ പറ്റും. ഞാൻ അതിന്റെ സ്വെറ്റിങ്സിലൊന്നും കയറി അധികം സമയം കിട്ടിയില്ല ഗൈസ്. എനിക്ക് തോന്നുന്നു അവർ ഈ ഹാസൽബ്ലാഡ് അവരെന്തോ എക്സ്റ്റൂഡ് ചെയ്യാ, എനിക്ക് തോന്നുന്നു അതിന്റെ ലുക്കൊക്കെയാണ് എമുലേറ്റ് ചെയ്യണത്. ഇതിൽ ഓരോരോ ലെൻസിന്റെ സംഭവം 85, 60 അതൊക്കെ ലെൻസിന്റെ സംഭവമൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്താൽ നീ ദുബായി പോയിട്ടൊന്ന് നോക്കട്ടെ. ഞാൻ കൊടുത്തിട്ട് അവന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് കാണാം ഗൈസ്. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് കിടിലം ഫോട്ടോസ് എടുക്കണമെങ്കിൽ ഈ ഒരു സാധനം, ഇതിൻ്റെ സ്കിൻ ടോണൊക്കെ ഉണ്ടല്ലോ ഭയങ്കര രസമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഐ ലവ് ദ കളേഴ്സ് മാൻ. എസ്പെഷ്യലി ഈ ഒരു ഫോട്ടോയിലൊക്കെ കളറും ആ ഒരു HDR കൺട്രോളും ഒക്കെ ഒരു രക്ഷയില്ലാതെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഐ റിയലി ലവ് ദിസ്. ഇന്ന് സനി ഞാൻ അറിയാലോ ഒരു അടിപൊളി ഫോട്ടോഗ്രാഫറാണ്. അപ്പം സനി നല്ല ജില്ല് ഫോട്ടോസ് എടുത്തായിരുന്നു നമ്മൾ അന്ന് അവിടെ പോയ സമയത്ത്. പച്ചയൊക്കെ കണ്ട എന്ത് രസമെന്ന് നോക്കിയേ, ഭയങ്കര രസമായിട്ടാണ് ഇതിൻ്റെ കളർ ടോൺ വരുന്നത്. ആൻഡ് ഐ റിയലി ലൈക്ക് ദിസ് പിക്ചേഴ്സ്. പിന്നെ നൈറ്റിലും നമുക്ക് അത്യാവശ്യം നമ്മളുടെയൊക്കെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഡിന്നറൊക്കെ പോകുന്ന സമയത്ത് ആ ഒരു ആംബിയൻ ലൈറ്റിലൊക്കെ നമുക്ക് ഇങ്ങനത്തെയൊക്കെ നല്ല ഫോട്ടോസും നിങ്ങൾക്കിത് ക്ലിക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് ഐ റിയലി ലൈക്ക് ദിസ് ഫോൺ മാൻ. എനിക്ക് ഫോട്ടോഗ്രാഫിയുടെ ഒരു പരിപാടിയിൽ ഒന്നും പറയാനില്ല. ഹൈലൈറ്റ് കൺട്രോൾസ് ആയിക്കോട്ടെ, നമ്മളുടെ എഡ്ജ് ഡിറ്റക്ഷൻ ആയിക്കോട്ടെ, കളേഴ്സ് ആയിക്കോട്ടെ, ഇറ്റ് ലുക്ക് സോ നൈസ്. ഇസ് ഇറ്റ് നാച്ചുറൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അല്ല, ഹാസൽബ്ലാഡിൻ്റെ കളേഴ്സാണ് വരുന്നത്. ബട്ട് ഫോർ ദ ഐറ്റം ഇറ്റ് ഈസ് സൂപ്പർ. നിങ്ങൾക്കൊരു ഭയങ്കരമായിട്ടുള്ളൊരു പക്ക ഫോട്ടോഗ്രാഫി ഓറിയൻറ്റഡ് ആയിട്ടുള്ള സൂം കേപ്പബിലിറ്റീസ് ഉള്ളത്, കുറച്ചും കൂടെയൊക്കെ ഒരു വൈൽഡ് ലൈഫ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർക്ക് ദിസ് ഫോൺ ഇസ് ദ സൂം മാസ്റ്റർ എന്ന് ഞാൻ പറയും. അതാണ് എനിക്ക് ഓപ്പോ Find X9 അൾട്രയെ പറ്റി പറയാനുള്ളത്. ഇതിൻ്റെ വില 1,69,999 രൂപയാണ്. അതായത് 1,70,000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. 12GB 512GB വേരിയൻറ്റ് മാത്രമേ ഉള്ളൂ. അത് എക്സ്പെൻസീവ് ആണെന്ന് അറിയാം. പക്ഷേ നിങ്ങൾക്ക് ഓപ്പോയുടെ തന്നെ Find X9 Pro ഉണ്ട്. പിന്നെ ഓപ്പോ Find X9s എന്ന് പറഞ്ഞൊരു സാധനം ഇപ്പം ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഫോണിൻ്റെ കൂടെ. അതിൽ 7025 mAh ബാറ്ററിയാണ് വരുന്നത്. ഡിമെൻസിറ്റി മീഡിയാടെക് ഡിമെൻസിറ്റി 9500S ചിപ്സെറ്റ് വരുന്നുണ്ട്. ഈ പറയുന്ന ക്വിക്ക് ഷെയർ അല്ലേ, ആ സാധനം അതിൻ്റെ അകത്ത് വരുന്നുണ്ട് നമ്മുടെ ഐഫോണിലോട്ട് ഇടുകയാണുള്ള. പിന്നെ നമുക്ക് നല്ലൊരു ഡിസ്പ്ലേ വരുന്നുണ്ട്. 3 ക്യാമറ, 50 മെഗാപിക്സലിൻ്റെ 3 ക്യാമറാസാണ് വരുന്നത്. വിച്ച് ഓൾസോ ക്യാൻ ടേക്ക് സം റിയലി ഗുഡ് പിക്ചേഴ്സ്. അഗെയിൻ 6.5 ഇഞ്ചസിൻ്റെ ഡിസ്പ്ലേ, ഒരു വലിയ ഭയങ്കര വലുതുമല്ല, എന്നാൽ അത്യാവശ്യം ഒരു മീഡിയം റേഞ്ചിൽ നിൽക്കുന്ന ഒരു സ്ക്രീൻ സൈസാണ് വരുന്നത്. അതിൽ നമുക്ക് ഡോൾബി HDR, വിഷൻ എല്ലാ സാധനങ്ങളും വരുന്നുണ്ട്. അതിൻ്റെ വില 12GB 256 78,999 12GB 512 89,999 ഇതിൽ എനിക്ക് തോന്നുന്നു ബാങ്ക് ഡിസ്കൗണ്ട്സും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ വില കുറയാനുള്ള സാധ്യതയുണ്ട്. സോ ഇതെന്ന് പറയുന്നത് ഒരു വളരെ നീഷായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി ഇറക്കുന്ന ഫോണാണ്. ഇതൊരു ഭയങ്കരമായിട്ട് ഒരു 1000 പീസ് 2000 പീസ് അങ്ങനെയൊന്നും കാണത്തില്ല. ഒരു വളരെ ലിമിറ്റഡ് നമ്പറിൽ വരുന്നു, അത് വിറ്റ് കഴിയുമ്പോൾ അത് തീരുന്നു. അങ്ങനെയായിരിക്കും ഈ ഫോണുകൾ ഇറക്കുന്നത്. പക്ഷേ ഇതേ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് ഫോട്ടോസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഓപ്പോയുടെ കളർ സ്കീംസിലും ഓപ്പോയുടെ സാധനത്തിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് Find X സീരീസ് ഓപ്പോയുടെ അതൊരു ജില്ല് സീരീസാണ്. ആ ഫോണുകൾ ഏത് വേണമെങ്കിലും എടുക്കാം. Find X9 എടുക്കാം, Find X9s എടുക്കാം, Find X9 Pro എടുക്കാം. ഇറ്റ്സ് അപ് ടു യു. എന്തൊക്കെ പറഞ്ഞാലും ഈ ഫോണ് പോളി. ഇതിൻ്റെ ലുക്ക് ആയിക്കോട്ടെ, ഇതിൻ്റെ ഒരു ടോപ്പ് ഫ്ലാഗ്ഷിപ്പ് പരിപാടികളായിക്കോട്ടെ, എല്ലാം കൊണ്ടും ഐ തിങ്ക് ദിസ് ഇസ് എ റിയലി ഗുഡ് പിക്ചേഴ്സ്. എന്തുകൊണ്ടും ഇതൊരു കിടിലൻ ഫോണായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പേഴ്സണലി. ബാക്കിയുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ ചോയ്സാണ് മേടിക്കണോ വേണ്ടോ എന്നൊക്കെ ഉള്ളത്. ബട്ട് ഇഫ് യു ലവ് ഫോട്ടോഗ്രാഫി, ഇഫ് യു വാണ്ട് എ ഹാസൽബ്ലാഡ് എന്താ പറയുക മെഗാ ഐറ്റം ഇൻ യുവർ പോക്കറ്റ്, ദിസ് ഐറ്റം ഇസ് സോ ഗുഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു.
ടേക്ക് കെയർ, ലവ് യു ആൾ, ബൈ ബൈ.